എന്താണ് ഇവരെ ഈ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഉള്ളിൽ എന്തായിരുന്നു തോട്ട്? അത് മനസ്സിലാക്കിയാലാണ് നമ്മൾക്ക് ഇവരുടെ വിക്ടിംസ് ഇനി ആരൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാ. അപ്പൊ കോസ് ഓഫ് കമ്മിറ്റിംഗ് ദ ക്രൈം ആണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കുന്നത്. ഇനിയും വിക്ടിംസ് ഉണ്ടാവുമോ? അതോ ഇത് തീർന്നോ? ഒരുപക്ഷെ റിവെഞ്ച് ആയിരിക്കാം. ഒരുപക്ഷെ അവരുടെ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ എപ്പോഴെങ്കിലും ഉണ്ടായ അവരുടെ ദുരനുഭവങ്ങളിൽ നിന്ന് അവർക്കുണ്ടായ ട്രോമയെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഇവർക്ക് അതിന് പുറകിൽ റീസൺ ഉണ്ടാവാം. ആ റീസൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവര് ആരെ ടാർഗറ്റ് ചെയ്യും, എത്ര മനുഷ്യരെ ടാർഗറ്റ് ചെയ്യും, എത്ര കാലത്തിനുള്ളിൽ ഇവർ ആൾക്കാരെ എങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പോയി ഒരു പരിചയമില്ലാത്ത ഒരാളെ കടന്നാക്രമിച്ച് കൊല്ലുകയാണോ ചെയ്യുന്നത്, അതോ അവരോട് സൗഹൃദം സ്ഥാപിച്ച് ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവരെ ട്രാപ്പ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അതെല്ലാം എന്തിലാണ് ഇവർ ഗ്രാറ്റിഫിക്കേഷൻ കണ്ടെത്തുന്നത്? കൊലപാതകം ചെയ്യുന്നതിലാണോ ഗ്രാറ്റിഫിക്കേഷൻ? അതോ ഇവർ ഇഞ്ചോട് ഇഞ്ച് ഇങ്ങനെ ഓരോ തവണയും ഇവരോട് അടുക്കും തോറും ഒരു ബന്ധം സ്ഥാപിച്ചാണ് ഈ വ്യക്തിയെ തൻ്റെ ഇരയാക്കുന്നതെങ്കിൽ ആ ഓരോ പ്രോസസ്സിലും ഇവർ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.